ഹായ് ഗായ്സ്, അപ്പോൾ വീണ്ടും ഒരു ബ്രേക്കിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പം ഇന്ന് ഞങ്ങൾ സിനിമ കാണാൻ പോകണേ. സോ ഐ തോട്ട് ലെറ്റ്സ് ഡു എ വ്ളോഗ് ഓൺ ദാറ്റ്. ആസ് യു ഓൾ നോ, കാന്താര ചാപ്റ്റർ 1 ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞങ്ങൾ തിയേറ്ററിൽ തന്നെ പോയിട്ട് കണ്ടതായിരുന്നു. തിയേറ്ററിലുള്ള എക്സ്പീരിയൻസ് ആണ് ബെറ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളും അങ്ങനെയാണ് പോയിട്ട് കണ്ടത്. ആക്ച്വലി അത് അടിപൊളി മൂവിയായിരുന്നു. സോ ഇന്ന് കാന്താര ചാപ്റ്റർ 1 ഞങ്ങൾ വീണ്ടും തിയേറ്ററിൽ തന്നെ പോയി കാണാനുള്ള പരിപാടിയാണ്. ഞാനുണ്ട്, എൻ്റെ അനിയത്തിയുണ്ട്, പിന്നെ ഞങ്ങളെ കോമൺ ഫ്രണ്ട്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഉണ്ട്. സോ ഞങ്ങൾ പോവാണ്. പിന്നെ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതൊക്കെ തന്നെ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഞങ്ങളങ്ങനെ തലശ്ശേരി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 10:30 ഷോ. അപ്പോൾ സമയം 10:18. എന്നും 12 മിനിറ്റ് ഉണ്ട്. അതിനുള്ളിൽ എല്ലാം വരണം. അപ്പോൾ നമ്മൾ തിയേറ്ററിലേക്ക് പോട്ടെ. സിനിമയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ തലശ്ശേരി മൊത്തം ഒന്ന് കറങ്ങാൻ വിചാരിച്ചു ഗൈസ്. നേരെ സ്റ്റാൻഡിലേക്ക് പോകണം, ബസ് കയറണം. സോ ഗൈസ്, ഞങ്ങളങ്ങനെ തിയേറ്ററിൽ നിന്ന് തലശ്ശേരി സ്റ്റാൻഡൊക്കെ ഒന്ന് കറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചൊന്ന് ടയേർഡായിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് നടക്കുകയാണ്. വീട്ടിലെത്താനായി. അപ്പോൾ അതിനു മുന്നേ ഞങ്ങൾ സിനിമ കണ്ടിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് പറയാമെന്ന് വിചാരിച്ചു. ഒന്നും പറയാനില്ല, മസ്റ്റ് വാച്ച്. അത്രയേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് പോയ നിമിഷങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. തിയേറ്ററിൽ നിന്ന് ഞങ്ങൾ ക്ലിപ്സ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് അവിടെ നിന്ന് തന്നെ നമ്മളെ അഭിപ്രായം എന്താണെന്ന് പറയാമെന്ന് ഞങ്ങൾ അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേങ്കിൽ സിനിമ കഴിഞ്ഞതിന് ശേഷം കുറേ സമയത്തേക്ക്, ആക്ച്വലി ഈ ഒരു സമയം കൂടി ആ ഒരു തരിപ്പിന്നും മാറിയിട്ടില്ല. എല്ലാവരും മിസ് ചെയ്യാണ്ട് പോയിട്ട് തിയേറ്ററിൽ നിന്ന് തന്നെ പോയി കാണുക. തിയേറ്റർ എക്സ്പീരിയൻസാണ്. OTTയിൽ വരാനുള്ള ഒരു കാത്തിരിപ്പ് വേണ്ട എന്നേ ഞാൻ പറയൂ. ബിക്കോസ് അത്രയും അടിപൊളിയായിട്ടാണ് സംഭവം എടുത്തു വെച്ചിട്ടുള്ളത്. എന്താ പറയുക, വേറെ തന്നെ ഒരു യൂണിവേഴ്സിൽ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഡയറക്ടർ എത്രത്തോളം ആ ഒരു വർക്കിനെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ശരിക്കും ആ പടം കാണുമ്പം തന്നെ മനസ്സിലാവും. എന്താ പറയുക, വേറെ തന്നെ എല്ലാവരും ആക്ടിങ് വൈസ് ആണെങ്കിലും ജയറാമേട്ടനെല്ലാം അടിപൊളിയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് പടത്തിൽ. അപ്പോൾ അധികം പറഞ്ഞാൽ കഥ പുറത്തേക്ക് വന്നു പോകും. അപ്പോൾ ഞങ്ങൾ ആ ഒരു തരിപ്പിൽ ഇങ്ങനെ സഞ്ചരിക്കട്ടെ. തരിപ്പിൽ തന്നെ പോകട്ടെ. ഓക്കെ, ബൈ. ബായ് പറയല്ലേ. അപ്പോൾ അതൊക്കെയാണ് സംഭവം. അപ്പോൾ എല്ലാവരും കാന്താര പോയിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണുക. എക്സ്പീരിയൻസ് ദ ബെസ്റ്റ്. അപ്പോൾ ഈ ഒരു കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ബിലോ. സോ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.